പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇനിയിപ്പോ നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്ക് ഞാൻ പോവാണ്, ദ ബിഗ്ഗസ്റ്റിലേക്ക്. അപ്പൊ ഇന്ന് എന്താണ് വലിയ വാർത്ത എന്ന് ചോദിച്ചാൽ, കടം വീട്ടാൻ ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ ആലോചിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. കാരുണ്യ, ആരോഗ്യ സുരക്ഷ അടക്കം ആരോഗ്യ പദ്ധതികളുമായി ബന്ധപ്പെട്ട കടം വീട്ടാനാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഓവർ ഡ്രാഫ്റ്റ് എടുക്കാൻ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക യോഗം സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷനുമായും സ്വകാര്യ മെഡിക്കൽ കോളേജ് അധികൃതരുമായും പൂർത്തിയാക്കിയിട്ടുണ്ട്. നോക്കാം ന്യൂസ് മലയാളം ദ ബിഗ്ഗസ്റ്റ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ ആരോഗ്യ പദ്ധതികളിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും കമ്പനികൾക്കും കോടികളാണ് കുടിശ്ശിക. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം ആരോഗ്യ വകുപ്പ് നൽകാനുള്ളത് 1600 കോടിയിലധികം. ഇതിൽ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് കിട്ടാനുള്ളത് 600 കോടിയിലധികം രൂപ. പണം കിട്ടാതെ ചികിത്സയുമായി മുന്നോട്ടു പോകാനാകില്ലെന്ന് മാനേജ്മെന്റ് നിലപാടെടുത്തതോടെയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്ന കാര്യം ആലോചിക്കുന്നത്. സർക്കാരിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ പണം ഉടനൊന്നും കൊടുത്തു തീർക്കാനാകില്ല. പണം കൊടുക്കാത്ത പക്ഷം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലേക്കും കാരുണ്യ ബെനവലന്റ് ഫണ്ടിലെയും അടക്കം സൗജന്യ ചികിത്സ സ്വകാര്യ മേഖലയിൽ പൂർണ്ണമായും മുടങ്ങുകയും ചെയ്യും. സർക്കാർ മേഖലയിലാകട്ടെ നിലവിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള ഇംപ്ലാന്റുകളുടെ വിതരണം കമ്പനികൾ പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ഉൾപ്പെടെ അടിയന്തര ശസ്ത്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇങ്ങനെ തുടർന്നാൽ വലിയ പ്രതിസന്ധി നേരിടുമെന്നത് മുന്നിൽ കണ്ടാണ് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പണം നൽകാൻ നീക്കം. പക്ഷേ ചില വ്യവസ്ഥകളുണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് പണം നൽകാൻ തീരുമാനിച്ചാൽ ആശുപത്രി മാനേജ്മെന്റുകൾ ചെറിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. ഒറ്റത്തവണയായി പണം നൽകും, പക്ഷേ 2.5% കുറവ് വരുത്തും. ഓവർ ഡ്രാഫ്റ്റ് എടുത്താൽ 6-ാം മാസം മുതൽ തിരിച്ചടവ് വരും. ഇതുകൂടി മുന്നിൽ കണ്ടാണ് 2.5% കുറവ് വരുത്തുന്നത്. ആ തുക തിരിച്ചടവിന് ഉപയോഗിക്കാമെന്നാണ് വിലയിരുത്തൽ. ഒറ്റത്തവണ തീർപ്പാക്കുകയും 2.5% കുറവ് വരികയും ചെയ്താൽ അത് വലിയ നഷ്ടമുണ്ടാകില്ലെന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റ് അസോസിയേഷന്റെയും സ്വകാര്യ മെഡിക്കൽ കോളേജ് അസോസിയേഷന്റെയും നിലപാട്. പദ്ധതികളുടെ നടത്തിപ്പ് ചുമതലയുള്ള സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ കൂടി പൂർണ്ണ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റിലേക്ക് കടക്കാനാണ് തീരുമാനം. നിയമസഭ കൂടി തിങ്കളാഴ്ച തുടങ്ങുന്ന വേളയിൽ ആശുപത്രികളിലെ സൗജന്യ ചികിത്സ മുടങ്ങുന്നതടക്കമുള്ള വിഷയം സഭയിലെത്തിയേക്കുമെന്നതുകൂടി മുന്നിൽ കണ്ടാണ് അടിയന്തര ഇടപെടൽ. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.